magnetic water treatment does not change the chemistry of the water, but it alters the structure and property of liquid water. ഒരു ലിക്വിഡ് വാട്ടറിന്റെ അത് ജ്യൂസ് മാഗ്നറ്റൈസ് ചെയ്യാം, ഈവൻ ലിക്കർ വരെ മാഗ്നറ്റൈസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവണ്ടെന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മാഗ്നറ്റൈസ് ചെയ്യാം. ഇപ്പൊ നോമ്പാണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് അതിനുശേഷം കഴിക്കുന്ന ജ്യൂസ് മാഗ്നറ്റൈസ് വാട്ടർ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതും ജ്യൂസ് ഉണ്ടാക്കിയതിനു ശേഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാഗ്നറ്റൈസ് ചെയ്ത് വെച്ച് കുടിക്കുന്നതും നല്ലതാണ്. അത്രയും പാല് മാഗ്നറ്റൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ യൂറോപ്പിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്തെങ്കിലും ഒരു കെമിസ്ട്രി H2O എന്ന് പറയുന്ന ആ കെമിസ്ട്രിയിലൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഇതൊരു ആകെ നടക്കുന്നത് അതിന്റെ സ്ട്രക്ചറിലുള്ള മാറ്റമാണ്. ഇത് ഇടതുഭാഗത്ത് കാണുന്ന സ്ട്രക്ചറിലായിരിക്കും നോർമൽ പൈപ്പ് വെള്ളം അല്ലെങ്കിൽ കിണറിലെ വെള്ളം ഇപ്പോഴും ഉണ്ടാവുക. എന്നുവെച്ചാൽ 15-16 തന്മാത്രകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന H2O-യുടെ ഒരു കണികകൾ ഉണ്ടാവും. അതിനെ മാഗ്നറ്റ് എന്ത് ചെയ്യും, വിഘടിപ്പിക്കുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന പോലെ 5-6 അതിസൂക്ഷ്മ കണികകളായി വിഘടിപ്പിക്കുന്നു. അതിൽ മാഗ്നറ്റിസം കൂടി ചേരുന്ന സമയത്ത് ഈ വെള്ളം ആന്റി ഓക്സിഡന്റ് ആയിട്ട് മാറുന്നു. നിങ്ങൾ AI ടെക്നോളജി ഉണ്ട്, നിങ്ങൾക്ക് എടുത്താൽ മതി. മാഗ്നറ്റിക് വാട്ടർ ഈസ് ആന്റി ഓക്സിഡന്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞിട്ട് AIയോ അല്ലെങ്കിൽ ഗൂഗിളോ അവർക്ക് ഉത്തരം കൊടുക്കും സ്പോട്ടിൽ. അതുകൊണ്ടാണ് നമുക്ക് അസിഡിറ്റി മാറുന്നതും നമുക്ക് ദഹനം പ്രോപ്പറാക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ആരോഗ്യം വെക്കുന്നതൊക്കെ ഈ വെള്ളം ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ടാണ്. ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാൻ വേണ്ടി മാഗ്നറ്റിക് വാട്ടറിന് സാധിക്കുന്നുള്ള പഠനങ്ങളുണ്ട്. ഈ വെള്ളം കുടിക്കുമ്പോൾ നടക്കുന്ന പ്രോസസ് എങ്ങനെയാണ്, കുടിക്കുന്ന വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കണികകളെ മൈക്രോ ക്ലസ്റ്ററിങ് എന്ന് പറയും. ക്ലസ്റ്റർ പൊട്ടിക്കുക എന്ന് വെച്ചാൽ കൂട്ടം ചേർന്നതിനെ പൊട്ടിച്ച് ചിതറി അതിനെ അതിസൂക്ഷ്മ കണിയാക്കി മാറ്റുന്നു. വേറെ അത് ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത നോർമൽ ആക്കാനും ഹൃദയത്തിന് ഈസി ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ബ്ലഡിലുള്ളത് ഒരു ചളി പോലെ കുഴഞ്ഞ രൂപത്തിലായിരിക്കും. നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ചിലപ്പോൾ അതിനെക്കാട്ടും ഡേഞ്ചർ ആയിരിക്കും. അതൊക്കെ ഒരു നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ യൂറിക് ആസിഡ് വന്ന് ഗൗട്ടൊക്കെ അടിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. വാദം പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് വരെ വേദനക്ക് ആശ്വാസം കിട്ടുന്നതായിട്ട് ജപ്പാൻ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. സ്കിന്നിന് നല്ലതാണ്, ആരോഗ്യം വെക്കും, സൗന്ദര്യം വെക്കും. ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്തിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയാം. ബോഡിയുടെ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ സാധിക്കും. ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ, മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുമെന്നൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന വിഷയങ്ങളാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇത് കമ്പനിയുടെ നമ്മുടെ ബ്രോഷർ ഉള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ മാഗ്നറ്റിക് തെറാപ്പി നമ്മുടെ ശരീരത്തിൽ തരും. ഓക്കെ, ദഹന പ്രക്രിയ പ്രോപ്പർ ആക്കും, ആങ്സൈറ്റിയെ കുറക്കും, ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവിനെ കൺട്രോൾ ചെയ്യും, ഓക്സിജന്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യും, എക്സസീവ് തേഴ്സ്റ്റ് ദാഹം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. കാരണം ജലാംശം നിൽക്കുമ്പോൾ ദാഹം കുറവുണ്ടാവും. പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ, പ്രൊട്ടക്ട് ഫ്രം ലിവർ ഡിസീസ്, പ്രൊട്ടക്ട് ഫ്രം ഹാർട്ട് ഡിസീസ്, പ്രിവെന്റ് എല്ലാ തരത്തിലുള്ള സിസ്റ്റം പ്രോബ്ലംസും ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഹൈപ്പറ്റൈറ്റിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എന്നുവെച്ചാൽ മഞ്ഞപ്പിത്തം പോലുള്ള ലിവറായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എല്ലാ ഡിസോർഡറുകളെയും പ്രിവെന്റ് ചെയ്യും. ഫാറ്റി ലിവറിന് പ്രിവെൻഷൻ നടക്കും. പ്രിവെൻഷൻ ഓഫ് ലിവർ സിറോസിസിനെ തടയാൻ സാധിക്കും. കോൺസ്റ്റിപ്പേഷനെ കൺട്രോൾ ചെയ്യും, മലബന്ധത്തിനെ കൺട്രോൾ ചെയ്യും. മെയിൻറ്റെയിൻ ദ ബിൽറുബിൻ ലെവലിൽ, നമ്മുടെ ബിൽറുബിൻ ലെവലിൽ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യപ്പെടും.